കേസ് സെൻസർ വണ്ടിയാണ് 2022. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്. ഫുള്ള് ലിവർ വലിച്ചു വെച്ചേക്കോ, പക്ഷേ വണ്ടി വരുന്നതുണ്ടോ. ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് നമ്മൾ കമ്പനി വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പമ്പിൻ്റെ അവിടെ ഒരു ഫ്ലഗ് വരും, അത് ഊരി വിട്ട് നോക്കാനാണ് പറയുന്നത്. നമുക്കത് ഊരി വിട്ടിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരം പറഞ്ഞത്, നമ്മൾ സൈറ്റിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അത് ഊരി വിട്ടാൽ ഓടാന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ, അപ്പോൾ എൻ്റെ അടുത്ത് രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മളെ ഫ്രണ്ട് ലോഡറിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ആ ഫ്ലഗ് ഇടാനാണ് പറഞ്ഞത്. അതിട്ടിട്ടൊന്നും നമുക്ക് നോക്കാം, ഇത് രണ്ടും നോക്കാം. ഇതിപ്പോൾ ഇട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, കണ്ടോ, ഓരോ 2 സെക്കൻഡ് നിന്നാണ് ആ ബൂം വലിയുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണ് നമുക്ക് നോക്കാം. ഇതാണ് ആ സാധനം. ഊരിയാൽ മതിയെന്നാണ് പറയുന്നത്. നമുക്ക് ഊരി നോക്കാം. ഊരിയടാ. വണ്ടിയുടെ RPM മാറിയാണ്ടോ കേസ്. അത് ഊരിയപ്പോൾ വണ്ടിക്കൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. നമുക്കിനി നോക്കാം എന്താവുമോ. നമുക്കിനി ഇത് വേണ്ട, അത് ഓഫ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ ഗേസ്, അത് ഊരിയപ്പോൾ സെറ്റായി കേട്ടോ. കേട്ടോ ആ അറപ്പങ്ങ് മാറി കേട്ടോ. അതാണ് സംഭവം. അപ്പം ഞാനോട് ചോദിക്കണം. ഇനി നമുക്ക് ഇപ്പം കുഴപ്പമില്ല കേട്ടോ, അത് ഓക്കെ ആയി. ആ ഫ്ലഗ് ഊരി വിട്ടപ്പോൾ പമ്പിൻ്റെ അവിടുത്തെ ഊരി വിട്ടപ്പോൾ ശരിയായി കണ്ടോ. സ്റ്റോപ്പിന് വരുന്നുണ്ടോ. നേരത്തെ അങ്ങനെയല്ല, വിട്ടല്ലേ വന്നത്. ഇനി അടുത്തുള്ളത് ഈ സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് നോക്കാവേ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, വണ്ടിക്ക് നേരത്തെക്കാളും നമ്മൾ 1300 RPM വയ്ക്കുമ്പം വരുന്ന സ്പീഡ് എത്ര 1000 RPM കിട്ടുന്നുണ്ട്. ഇപ്പോൾ RPM എത്ര 1000 RPM ആയിട്ട് കിടക്കുന്നത് ഉണ്ടല്ലോ. ആ വണ്ടിയുടെ സ്പീഡ് കണ്ടോ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും സേവ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യത്തിന് ഉപകാരപ്പെടും കേട്ടോ. ആ ഒരു കംപ്ലൈൻറ്റ് മാറിയിട്ടില്ലേ. നേരത്തെ വിട്ടായിരുന്നു പിടിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ അത് ഓക്കെ ആയല്ലോ. ഓക്കെ.